അരിസ്റ്റോട്ടിൽ ഫാലസി. അപ്പം അരിസ്റ്റോട്ടലിൻ്റെ മിഥ്യാധാരണ, ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു കീപ് എ ബോഡി ഇൻ മോഷൻ എന്നാണ് അരിസ്റ്റോട്ടിൽ വിചാരിച്ചിരുന്നത്. ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ വിചാരിച്ചിരുന്നത്. തെറ്റായ ധാരണയാണ്. കാരണം അരിസ്റ്റോട്ടിൽ അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ചില എക്സാമ്പിൾസ് ഒക്കെയാണ്. അതൊക്കെ വെച്ചിട്ടായിരിക്കണം അദ്ദേഹം അനുമാനത്തിലെത്തിയിരിക്കുക. ഇപ്പോൾ നമ്മൾ അമ്പ് എഴുതി വിടാൻ നേരത്ത് അമ്പ് മുന്നോട്ട് കുതിക്കണമെങ്കിൽ എയർ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് അരിസ്റ്റോട്ടിൽ നിഗമിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ സാധാരണയായിട്ട് ഒരു ബോൾ ഇപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നിൽക്കുമല്ലോ. അതതിൻ്റെ മോഷൻ തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണമെന്നാണ് അരിസ്റ്റോട്ടിൽ വിചാരിച്ചിരുന്നത്. അരിസ്റ്റോട്ടിൽ ഇങ്ങനൊരു നിഗമനത്തിലെത്തുന്ന കാലത്ത് എന്താണ്, ഫ്രിക്ഷനെ പറ്റിയൊരു ധാരണ ഇല്ലായിരുന്നു. ഘർഷണ ബലത്തെ പറ്റിയൊന്നും വലിയ ധാരണ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ വിചാരിച്ചത് ഒരു ബോഡി അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണെന്ന്. പക്ഷേ തെറ്റായ ധാരണയാണിത്. ഗലീലിയോ മനസ്സിലാക്കി ഒരു യൂണിഫോം ബോഡി അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമില്ല. ഇപ്പം നമ്മളിവിടെ പറഞ്ഞപ്പോൾ ബോൾ ഉരുളുന്ന കേസും അതേപോലെ കാർ നമ്മളൊരു നൂലിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന കേസിലൊക്കെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നിർത്തുമ്പം എന്താണ്, സ്വാഭാവികമായിട്ടും കാറ് സ്റ്റോപ്പ് ചെയ്യുന്നു. അതേപോലെ ഉരുളുന്ന ബോളാണെങ്കിലോ നിൽക്കുന്നു. ഉരുളിച്ച് നിന്നിട്ട് ഉരുളുന്ന ബോൾ കുറച്ച് നേരം ഉരുണ്ട ശേഷം എന്താണ്, തന്നെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഗ്രൗണ്ട് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോർ അപ്ലൈ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ കാറ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കാറിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും മറ്റേ മുന്നോട്ടുള്ള കാറിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫോഴ്സിനെ കഴിഞ്ഞ് വലുത്. അങ്ങനെയാകുമ്പോൾ കാർ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം, ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഒരു മൂവ് ചെയ്യുന്ന ബോഡിയുടെ മൂവ്മെൻറ്റിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡി അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്തേനെ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ നിലത്തോട് ഉരുളുന്ന ബോള് അതിൻ്റെ ഉരുളിച്ച കണ്ടിന്യൂ ചെയ്തേനെ, എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങ് പോയേനെ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ചില ഫോഴ്സസ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, അങ്ങനെ പല ഫോഴ്സസ് ഉണ്ട്. ഈ ഫോഴ്സസൊക്കെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൺസിഡർ